ഫെഡറൽ ബാങ്കും മാതൃഭൂമിയും കൈകോർക്കുന്ന സ്പീക്ക് ഫോർ ഇന്ത്യ മേഖലാ മത്സരം ആലുവ UC കോളേജിൽ നടന്നു. എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിലെ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. KMR LMD ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം നിർവഹിച്ചു. എനിക്ക് സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഡിജിറ്റൽ ഫ്രീ സോൺ മുന്നോട്ട് വെക്കുന്നത്. ആത്മാർത്ഥമായ സൗഹൃദവും ആശയവിനിമയവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളത്തിലെ കോളേജുകളിൽ ഡിജിറ്റൽ ഫ്രീ സോണുകൾ അവതരിപ്പിക്കണമെന്ന വിഷയത്തിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കൗമാരക്കാരുടെ കാഴ്ചപ്പാടുകളുടെ സംവാദവേദിയായി ആലുവ UC കോളേജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവാദ മത്സരത്തിന്റെ 10ാമത് പതിപ്പാണ് ഈ വർഷത്തേത്. ഒരു ദശാബ്ദകാലമായി നീണ്ടു നിൽക്കുന്ന സംവാദ മത്സരത്തിന്റെ മേഖലാതല ഉദ്ഘാടനം KMR LMD ലോക്നാഥ് ബെഹ്റ നിർവഹിച്ചു. So it is actually very enjoyable, as I say, that there is no inauguration required. Just listen to the participants. That is the best thing. That is the best thing we can do. Elders also are to be taught by the younger people. That is my always say. You have to teach us. We also guide you. We don't teach you. You teach us. ഫെഡറൽ ബാങ്ക് ആലുവ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് ഡിനോ CP, മാതൃഭൂമി പബ്ലിക് റിലേഷൻസ് വൈസ് പ്രസിഡന്റ് PV മിനി, മാതൃഭൂമി മീഡിയ വിഭാഗം DGM വിഷ്ണു നാഗപ്പള്ളി, UC കോളേജ് മാനേജർ ഡോക്ടർ KP ഔസേപ്പ് IFS, പ്രിൻസിപ്പൽ മിനി ആലിസ്, മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ സിറാജ് കാസിം എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ബ്ലോക്ക് തലത്തിൽ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 51 പേരാണ് മേഖലാ മത്സരത്തിൽ പങ്കെടുത്തത്. കേരള വർമ്മ കോളേജ് മുൻ ഇംഗ്ലീഷ് വിഭാഗം മേധാവി NR അനിൽകുമാർ വിധികർത്താക്കളുടെ ജൂറിക്ക് നേതൃത്വം നൽകി. ഫെഡറൽ ബാങ്ക് ഹോർമിസ് മെമ്മോറിയൽ ഫൗണ്ടേഷൻ CSR പദ്ധതിയുടെ ഭാഗമായാണ് സ്പീക്ക് ഫോർ ഇന്ത്യ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.